പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 10ാം മാസത്തിൻ്റെ 24ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ ഈ പ്രഭാതവും പങ്കാളികളാകുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസുമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഇരമ്യ പ്രവാചകൻ ഇപ്രകാരം വിളിച്ചു പറയുന്നു 32ാം അധ്യായത്തിൽ, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. എന്നിങ്ങനെ ഞാൻ അവരോടൊരു ശാശ്വത നിയമം ചെയ്യും. ചത്തുപിരിഞ്ഞാലും വിട്ടുപിരികയില്ല എന്ന് അനേകർ പറയുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ വിട്ടുപിരിയുന്നത് മാത്രമല്ല, അനേകർ ഒന്ന് ഓർക്കുക കൂടെ ചെയ്യുന്നില്ല. എന്നാൽ ദൈവം നമ്മോട് അരുളി ചെയ്യുന്നു, ഞാൻ വിട്ടുപിരിയാതെ നന്മ ചെയ്തുകൊണ്ടിരിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ വിട്ടുപിരിയാതെ തൻ്റെ അമ്മയോടും തൻ്റെ ദൈവത്തോടും തൻ്റെ ജനത്തോടും പറ്റി നിന്നവളായിരുന്നു രൂത്ത്. പ്രതികൂല സാഹചര്യത്തിൽ ഓർപ്പ ചുംബിച്ച് വിട്ടുപിരിഞ്ഞപ്പോൾ വാർദ്ധക്യത്തിലും ക്ഷാമത്തിലും എല്ലാ പ്രതികൂലത്തിലും രൂത്ത് പറ്റി നിൽക്കുവാനിടയായി. പ്രതികൂലം വരുമ്പോൾ സഹോദരങ്ങളും സ്നേഹിതരും കുറ്റം പറയുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ഈ ലോകത്താണ് നാം പാർക്കുന്നത്. എന്തിനേറെ നമ്മുടെ അരുമനാഥനായ കർത്താവിനെ ക്രൂശിക്കുവാൻ പിടിക്കുമ്പോൾ 3.5 വർഷം തന്നോട് കൂടെ ചേർന്ന് നടന്നവരും ഒരുമിച്ച് ഭക്ഷിച്ചവരും ഒരുമിച്ച് ഉറങ്ങിയവരും സൗഖ്യം പ്രാപിച്ചവരും മരിച്ച് ഉയർത്തെഴുന്നേറ്റവരും ഒത്തിരി പേരുണ്ടായിരുന്നു. കർത്താവ് സഹായത്തിനായി ചുറ്റും തിരിഞ്ഞു നോക്കി, ആരെയും കണ്ടില്ല. കൂടെ മരിക്കുവാനും കാരാഗ്രഹത്തിൽ കിടക്കുവാനും ഞാനുണ്ടാകുമെന്ന് പറഞ്ഞ് പത്രോസ് ആദ്യം ഓടി ഒളിക്കുവാനിടയായി. പ്രിയ ദൈവവേദനേ, നമ്മുടെ ജീവിതത്തിലും അനേകർ നമ്മെ മറന്നൊന്നും വരാം, ഓടി മറഞ്ഞെന്നും വരാം. ദൈവജനത്തിൻ്റെ കഷ്ടതയുടെ നടുവിൽ ദൈവം ഇറങ്ങി വരികയും അവരെ ഉദ്ധരിക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തെ മറന്നു ജീവിച്ചാൽ അവരുടെ കഷ്ടതയുടെ നടുവിൽ ദൈവവും മുഖം മറച്ചു കളയുമെന്നും തിരുവചനത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാനിടയാകും. ഞാൻ എൻ്റെ മുഖം അവർക്ക് മറയ്ക്കും, അവരുടെ അന്തം എന്തെന്ന് ഞാൻ നോക്കും. അവർ വക്രതയുള്ള തലമുറ, നേരില്ലാത്ത മക്കൾ. അതെ, നേരില്ലാതെയും വക്രതയിലും ദൈവഭയമില്ലാതെയും ഉപവാസങ്ങളും പ്രാർത്ഥനയും വചനത്തിൽ നിലനിൽക്കാതെയും ദൈവഭയമില്ലാതെ ജീവിക്കുന്ന സകല തലമുറയോടും ദൈവം മുഖം മറയ്ക്കുക തന്നെ ചെയ്യും. ഭക്തനായ ദാവീദ് എല്ലാ കാലങ്ങളിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും ദൈവഹിതം നിറവേറ്റിയവനുമാണ്. എന്നാൽ കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ കടന്നുപോയ നിരവധി സന്ദർഭങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത ദൈവം നമ്മുടെ ഘട്ടങ്ങളിൽ ദൂരസ്ഥനായിട്ട് നിൽക്കുന്ന ദൈവമല്ല, സമീപസ്ഥനായി കൂടെ ഉണ്ടായിരിക്കും. നാം നന്നായി ജീവിച്ചാലും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചാലും കഠിനമായ ശോധനകളിൽ കൂടെ നാം കടന്നു പോകേണ്ടതായി വരും. ഒരുപക്ഷെ ആ സമയങ്ങളിലെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടായില്ലെന്നും വരും. നാം ചിന്തിക്കുന്നത് പോലെ ദൈവം നമ്മെ മറന്നതല്ല ദൈവവേദനയെ, മറിച്ച് നമ്മെ ചിലത് പഠിപ്പിക്കുവാനും പഠിപ്പിക്കുവാനാണ് അപ്പോൾ ദൈവം നമുക്ക് ഉത്തരം നൽകാതിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടുകൂടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും, നിത്യസ്നേഹത്തോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു. അതെ പ്രിയ ദൈവവേദിലേ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മെ ആര് വിട്ടുപിരിഞ്ഞാലും, ആര് നമ്മെ മറന്നു കളഞ്ഞാലും, ആര് നമ്മെ ഹല്ലേലൂയ ഓർക്കാതിരുന്നാലും, ആരും നന്മ ചെയ്യാതിരുന്നാലും ഹല്ലേലൂയ വിട്ടുപിരിയാതെ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം ഈ പ്രഭാതം നമുക്കുണ്ട്. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പ്രഭാതം അനുസരണയോടുകൂടി, ദൈവത്തെ ഭയത്തോടുകൂടെ, വിശുദ്ധിയോടുകൂടെ, വേർപാടോടുകൂടെ
ദൈവസന്നിധി നമുക്കായിരിക്കാം. അതേ ആമേശ്വരൻ ഇരമ്യാവ് ശക്തമായ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ അവരോടൊരു ശാശ്വത നിയമം ചെയ്യും. ഈ പ്രഭാതം പരിശുദ്ധാത്മ പറയുന്നു, ഒരു നിയമം ഇന്ന് പ്രഭാതം ചെയ്യുക. ഈ 10ാം മാസത്തിൽ ദൈവിക നിയമം വിട്ടുപിരിയാതെ നന്മ ചെയ്യുന്ന ഒരു ദൈവത്തെ നിനക്കായി സ്തോത്രം. ദൈവം ഹല്ലേലൂയ. ചില നന്മകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവവേദനെ ഭാരപ്പെടേണ്ട. സ്തോത്രം. കണ്ണുനീരിന് മറുപടിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം ദൂരത്തും ചാരത്തും രാജ്യത്തിനകത്തും പുറത്തുമായി ഈ വചന സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിട്ടുപിരിയാതെ നന്മ ചെയ്യുന്ന ഒരു ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രത്യാശയോടെ കർത്താവെ, ഞങ്ങൾ പ്രതീക്ഷയോടെ ഞങ്ങൾ കർത്താവ് ദൈവസന്നിധിയിലായിരിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം, എല്ലാവിധ നന്മകളാൽ നിറയ്ക്കും. മകച്ചമങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം ഈ പ്രഭാതം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.